ഇന്ത്യയുടെ വടക്കുകിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ സ്വർഗ്ഗഭൂമി. ഒറ്റക്കൊമ്പുള്ള കണ്ടാമൃഗങ്ങൾക്ക് പേരുകേട്ട നാട്. ചായയ്ക്കും ചായത്തോട്ടങ്ങൾക്കും പ്രശസ്തമായ പ്രദേശം. ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ബ്രഹ്മപുത്ര ഒഴുകുന്ന ഭൂമി. പ്രകൃതി ഭംഗി, കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രശസ്തിയാർജിച്ച നാട്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ദേശീയോദ്യാനങ്ങൾ ഉള്ള നാട്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ആസാം എന്ന സംസ്ഥാനത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ആസാം. പ്രകൃതി സൗന്ദര്യം കൊണ്ടും സംസ്കാരം, നൃത്തകലാരൂപങ്ങൾ തുടങ്ങിയ പ്രത്യേകതകൾ കൊണ്ടും വൈവിധ്യമായ നാടാണ് ആസാം. വടക്ക് ഭൂട്ടാനും സപ്ത സഹോദരിമാർ എന്ന് വിളിക്കുന്ന മറ്റ് 6 സംസ്ഥാനങ്ങളും ആസാമിനോട് അതിർത്തി പങ്കിടുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രവേശന കവാടം എന്നാണ് ആസാം അറിയപ്പെടുന്നത്. ആസാമിന്റെ തലസ്ഥാനം ദിസ്പൂരാണ്. എന്നിരുന്നാലും ഏറ്റവും വലിയ പട്ടണവും വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളും നടക്കുന്ന സ്ഥലം ഗുവാഹത്തിയാണ്. ആസാമിന്റെ സംസ്കാരം, നൃത്തകലാരൂപങ്ങൾ, ഉത്സവങ്ങൾ എന്നിവ വളരെ പ്രസിദ്ധി നിറഞ്ഞതാണ്. ആസാമിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ബിഹു. വർഷത്തിൽ 3 വർഷമാണ് ബിഹു ആഘോഷിക്കാറുള്ളത്. കാർഷികവൃത്തിയുമായി ബന്ധപ്പെട്ട ആഘോഷമായതിനാൽ ഈ സമയങ്ങളിൽ ആസാമിന്റെ തനത് നൃത്തരൂപങ്ങളും ആചാരങ്ങളും നമുക്ക് കാണാൻ കഴിയും. ആസാമിന്റെ തനതു കലാരൂപം ആണ് ബിഹു നൃത്തം. തനത് ആസാം വേഷവിധാനങ്ങൾ അണിഞ്ഞ് യുവാക്കളും യുവതികളും അണിനിരന്നാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. അനേകം വ്യത്യസ്ത നിറഞ്ഞ ഗോത്രവർഗ്ഗങ്ങളെ നമുക്ക് ആസാമിൽ കാണുവാൻ കഴിയും. ബോഡോ, മിസ്സിംഗ് തുടങ്ങിയ ഗോത്രവർഗ്ഗങ്ങൾ ആണ് ആസാമിൽ ഇപ്പോൾ അധിവസിച്ചു പോരുന്നത്. ഈ ഗോത്രവർഗ്ഗങ്ങൾ അവരുടെ ആചാരങ്ങളും സംസ്കാരവും സംരക്ഷിച്ചു ജീവിക്കുന്നു. അരിയാണ് ആസാം ജനതയുടെ പ്രധാന ഭക്ഷണം. മീൻ, മാംസം, ഉരുളക്കിഴങ്ങ് എന്നിവ ഉപയോഗിച്ചുള്ള വിഭവങ്ങളാണ് ആസാം ജനത ഏറെ ഇഷ്ടപ്പെടുന്നതും ആഹാരത്തിൽ ഉപയോഗിക്കുന്നതും. പീഡ എന്ന തനതു പരമ്പരാഗത പലഹാരം ബിഹു സമയത്ത് ഇവർ തയ്യാറാക്കുന്നു. കരിമ്പ്, നെല്ല്, ഗോതമ്പ്, ചോളം, ഉരുളക്കിഴങ്ങ്, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയാണ് ആസാമിന്റെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. ആസാമിന്റെ ഫലഭൂയിഷ്ഠമായ മണ്ണ് കൃഷിയിൽ നിന്ന് കൂടുതൽ വിളവ് ലഭിക്കാൻ കാരണമാകുന്നു. ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ദേശീയോദ്യാനങ്ങൾ ഉള്ള നാടാണ് ആസാം. കാശിരംഗ നാഷണൽ പാർക്ക് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ്. ലോകത്തിലെ വലിയ നദികളിൽ ഒന്നായ ബ്രഹ്മപുത്ര ആസാമിന്റെ ഹൃദയഭാഗത്ത് കൂടിയാണ് ഒഴുകുന്നത്. ഈ നദി ആസാമിന്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പ്രകൃതി പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പലപ്പോഴും നദി കരകവിഞ്ഞൊഴുകുന്നത് മൂലം ആസാമിൽ വെള്ളപ്പൊക്കവും പ്രളയ സാധ്യതയും കൂടുതലാണ്. എന്നിരുന്നാലും ആസാമിന്റെ മണ്ണിനെ അത്യന്തം ഫലപുഷ്ടമാക്കുന്നതിൽ ഈ നദിക്ക് പ്രധാന പങ്കുണ്ട്. പ്രാചീന കാലത്ത് കാമരൂപ എന്നായിരുന്നു ആസാം അറിയപ്പെട്ടിരുന്നത്. അഹോം രാജവംശത്തിന്റെ കാലത്താണ് ആസാമിന് ആ പേര് ലഭിച്ചത്. പ്രാചീന കാലഘട്ടത്തിൽ അഹോം രാജവംശം കാമരൂപയെ 600 വർഷക്കാലം അടക്കി ഭരിച്ചു. ശേഷം വന്ന ബ്രിട്ടീഷുകാർ ആസാമിനെ പിടിച്ചെടുക്കുകയും അനേകം വർഷം ഭരിക്കുകയും ചെയ്തു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായി ആസാം മാറി. 2011 സെൻസസ് അനുസരിച്ച് ആസാമിന്റെ ജനസംഖ്യ 3.12 കോടിയാണ്. ആസാമീസ്, ബംഗാളി, ബോഡോ എന്നിവയാണ് പ്രധാനമായും ആസാമിൽ സംസാരിക്കുന്ന ഭാഷകൾ. ഒറ്റക്കൊമ്പുള്ള കണ്ടാമൃഗങ്ങൾക്ക് പ്രസിദ്ധമാണ് ആസാമിലെ കാശിരംഗ നാഷണൽ പാർക്കും മാനസ് നാഷണൽ പാർക്കും. അനധികൃത വേട്ട, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, കാടുനശീകരണം എന്നിവ ഇവയുടെ വംശത്തിനും ഭീഷണിയാകുന്നുണ്ടെങ്കിലും ഇവയെ സംരക്ഷിക്കാനുള്ള വന്യജീവി പ്രൊട്ടക്ഷൻ ആക്ടുകൾ സജീവമാണ് ആസാമിൽ. ഇവ കൂടാതെ കടുവകൾ, മറ്റു വന്യജീവികൾ എന്നിവയും ആസാമിലെ വന്യമായ കാടുകളിൽ അധിവസിച്ചു പോരുന്നുണ്ട്. ചായയ്ക്കും ചായത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമായ നാടാണ് ആസാം. ആസാം ലോക പ്രശസ്തമായ ബ്ലാക്ക് ടീ വിഭാഗത്തിൽപ്പെടുന്നു. ബ്രഹ്മപുത്ര നദിയുടെ സാമീപ്യവും ഫലപുഷ്ടമായ മണ്ണും കാലാവസ്ഥയും തേയില കൃഷിയുടെ പ്രശസ്തി വർദ്ധിക്കാനും ഇതിലൂടെ അത്യന്തം ഗുണമേന്മയുള്ള തേയില ഉത്പാദിപ്പിക്കാനും കഴിഞ്ഞു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വ്യാപകമായി ആസാമിൽ തേയില കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ആസാം ടീയുടെ ഗുണമേന്മയും കാഠിന്യവും പിന്നീട് ആസാം ടീക്ക് ലോക വിപണിയിൽ വലിയ സ്ഥാനം ലഭിക്കാൻ കാരണമായി. ഇന്ന് ആസാമിൽ 700-ലധികം തേയില തോട്ടങ്ങളുണ്ട്. മനോഹരമായ പ്രകൃതി ഭംഗി, പച്ചപ്പ് നിറഞ്ഞ മലമേടുകൾ, വന്യജീവി സമ്പത്ത്, ഗോത്ര സംസ്കാരം എന്നിവ വിനോദസഞ്ചാര മേഖലയിൽ പുത്തൻ ഉണർവ് ഉണ്ടാക്കുകയും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മപുത്രയുടെ കരയിൽ അധിവസിക്കുന്ന ആസാം നമ്മളോട് പറയുന്ന സന്ദേശമാണ്: പ്രകൃതിയെ സംരക്ഷിക്കുക, സംസ്കാരത്തെ സ്നേഹിക്കുക,
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇനിയും ഇന്ത്യയുടെയും ലോകത്തിലെയും മറഞ്ഞിരിക്കുന്ന കഥകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.